ചെറുപ്പക്കാർക്ക് മാത്രമേ കല്യാണം കഴിക്കാൻ പാടുള്ളൂ എന്ന് ആരാ പറഞ്ഞത്? അതൊരു പിന്തിരിപ്പൻ നാട്ടു നടപ്പാണ്. ഭാര്യ നേരത്തെ മരിച്ചാൽ, അല്ലെങ്കിൽ ഭർത്താവ് നേരത്തെ മരിച്ചാൽ, അതുമല്ലെങ്കിൽ ഇരുവരും പിരിഞ്ഞാൽ ബാക്കിയുള്ള കാലം ഒറ്റയ്ക്ക് ജീവിക്കണമെന്ന് ബൈബിളിലോ ഖുറാനിലോ ഭഗവത്ഗീതയിലോ പറഞ്ഞിട്ടുണ്ടോ? ഞാൻ പറയട്ടെ, വാർദ്ധക്യത്തിലെ ഒറ്റപ്പെടലാണ് ഏറ്റവും ദുഃഖകരമായ അവസ്ഥ. അപ്പോഴാണ് യഥാർത്ഥത്തിൽ ഒരു തുണയുടെ ആവശ്യം. 69ാമത്തെ വയസ്സിൽ അരിസ്റ്റോട്ടിൽ ഒനാസിസ് ചെറുപ്പക്കാരിയായ ജാക്ലിൻ കെന്നഡിയെ കല്യാണം കഴിച്ചു. ഈ ദുഃഖം മാറ്റാൻ പ്രശസ്ത ഹോളിവുഡ് നടൻ വൂഡി അലൻ 19കാരിയെ കല്യാണം കഴിച്ചു. എന്തിന്? ഈ അടുത്ത കാലത്ത് അർജന്റീനയുടെ മുൻ പ്രസിഡന്റ് കാർലോസ് മെനം 70ാമത്തെ വയസ്സിൽ ഒരു മുൻ ലോകസുന്ദരിയെ 36 വയസ്സ് കല്യാണം കഴിച്ചു. ഇതൊക്കെ പ്രശസ്തരായവരുടെ കഥ. അപ്രശസ്തരായവരുടെ കഥ ഞാൻ പറയുന്നില്ല. എനിക്കൊന്നേ പറയാനുള്ളൂ, വാർദ്ധക്യത്തിന്റെ വിരസത അനുഭവിക്കുന്ന ആളുകൾ ഒട്ടും വൈകാതെ അടുത്ത മുഹൂർത്തത്തിൽ ഒരു ജീവിത പങ്കാളിയെ കണ്ടെത്തിയേ പറ്റൂ. കഴിഞ്ഞ ഈ മയിലെണ്ണ വിൽക്കണ ലാട വൈദ്യന്മാര് റോട്ടി കിടന്ന് ചലക്കണ പോലെ നീ എന്റെ അടുത്ത് തന്നെ എത്രയോ പ്രാവശ്യം ഇത് പറഞ്ഞിരിക്കണു. സ്നേഹിത, സമയം കളയാണ്ട് നല്ല കുട്ടികളുടെ ഫോട്ടോസ് വല്ലതും ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് എടുക്ക്. ഓ, ഇത്ര ചെറുപ്പക്കാരികൾ വേണ്ട. ഇത് റിസ്കാ, ഭയങ്കര റിസ്കാ. റിസ്ക്? ആ, ഇവരുടെയൊക്കെ വീട്ടിൽ പണ്ട് ഞാൻ കല്യാണാലോചനയായിട്ട് ചെന്നിട്ടുണ്ടാവും ഇവരുടെ അമ്മമാരെ ആലോചിക്കാൻ. ഓ, അത് മറന്നു. ഇതെങ്ങനെ? ഇതൊക്കെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞതാ. ഞാനില്ല. ഇതേതാ കുട്ടി? ഭാഗ്യലക്ഷ്മി ആർട്സ് കോളേജിലെ ഹിസ്റ്ററി ലെക്ചറാണ്. പക്ഷെ നാരായണൻ പോലെയല്ല. മുൻപ് അവര് കല്യാണം കഴിച്ചിട്ടേ ഇല്ല. എന്നാലും ഇഷ്ടപ്പെട്ടാൽ നേരിട്ട് അവരെ മീറ്റ് ചെയ്യാനുള്ള ഏർപ്പാടുകൾ 1-2 ദിവസത്തിനകം ഞാൻ ചെയ്യാം. ഓ, 2 ദിവസം എന്നൊക്കെ പറഞ്ഞാൽ അതൊരു നീണ്ട കാലയളവല്ലടോ. അതുകൊണ്ട് നീ ആ കുട്ടിയുടെ പ്രിന്റ് ഔട്ട് എടുത്തിങ്ങെടുത്താ. ഇന്ന് തന്നെ ഞാൻ നേരിട്ട് ചെന്ന് ആ കുട്ടിയെ മീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കട്ടെ. നാരായണൻ നേരിട്ട് നടത്തിയ ആലോചനകളെല്ലാം കുലുമാലിലെ ചെന്ന് അവസാനിച്ചിട്ടുള്ളൂ. നീ കരിനാക്ക് വളയ്ക്കാതെ ഈ കുട്ടിയുടെ പടം എടുത്തിങ്ങെടുത്താ മോനെ. എങ്ങനെയുണ്ടോ കുട്ടി? എങ്ങനെ ഉണ്ടെങ്കിലും ഇനി തന്റെ കൂടെ ഈ പണിക്ക് ഞാനില്ല. അങ്ങനെ വാശി പിടിക്കില്ലേ മേന്നെ. ഞാനൊന്ന് പറയട്ടെ, ഇനി കല്യാണാലോചന എന്ന് പറഞ്ഞ് മേന്നെ ഞാൻ ബുദ്ധിമുട്ടിപ്പിക്കില്ല. ഇത് ലാസ്റ്റാ. ആ കൈ ഇങ്ങോട്ട് തന്നെ. സത്യം ചെയ്യാനാ? ഇല്ല. ഹൈ മേന്നെ, എന്റെ കൈമ മാവായിക്കോട്ടെ, എനിക്ക് സത്യം ചെയ്യാനാ. അതുകൊണ്ടല്ല, ഇത് ലാസ്റ്റാ. എത്ര പ്രാവശ്യം താൻ എന്നോട് സത്യം ചെയ്തിട്ടുണ്ട്? കഴിഞ്ഞ ഇടത്തെ പോലെ കുഴപ്പമുണ്ടാവും പേടിച്ചിട്ടാണോ? പേടിക്കണ്ട. ദേ, ഈ കുട്ടിയുടെ നാള്, പേര് എന്ന് വേണ്ട എല്ലാ വിവരങ്ങളും ഇതിനകത്തുണ്ട്. ഈ ഫോട്ടോ നോക്കി ഞാൻ കുട്ടിയെ തിരിച്ചറിയുന്നു, എനിക്ക് ഇഷ്ടപ്പെടുന്നു, താൻ സംസാരിക്കുന്നു. എനിക്കിതാ മനസ്സിലാകുന്നത്. എടോ, തനിക്ക് ഇഷ്ടപ്പെട്ട താൻ സംസാരിച്ചാ പോരെ? പോരാ. അതാ, ഒരു മണവാളൻ എന്ന് പറയുമ്പോ അതിൻ്റെതായ ഓരോ അടക്കവും ഒതുക്കവും ഒരു നാണമൊക്കെ വേണ്ട. ഉള്ളത് പറയാലോ, എനിക്ക് നേരിട്ട് സംസാരിക്കാൻ ഇത്തിരി വൈക്ലഭ്യമുണ്ട്. മേനോൻ ഒരു കാരണസ്ഥാനത്ത് നിന്ന് കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഒതുക്കി എന്റെ കയ്യിലേക്ക് ഇങ്ങോട്ട് തന്ന ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം. നാളെ രജിസ്റ്റർ. ഓ, അപ്പൊ രജിസ്റ്റർ മാരേജ് ആണ്. ആരെയും വിളിക്കുന്നില്ലേ? എനിക്ക് വേറെ ആരെ വിളിക്കാനുള്ളത്? അവരെ വിളിക്കുന്നില്ലേ? തന്റെ മക്കളെ വിളിക്കാൻ ഞാൻ ഇനി അവിടെ ചെന്ന് കുമ്പിടണോ? അതല്ല, പിന്നെ ആ പെണ്ണും പിള്ളെ വിളിക്കുന്നില്ലെന്ന്. ഏത് പെണ്ണും പിള്ള? തന്റെ ആദ്യത്തെ ഭാര്യ സിംഗപ്പൂര്. അവരെ ഒരു കല്യാണത്തിന് ഞാൻ വിളിച്ചതാണല്ലോ. ഏത് കല്യാണത്തിന്? ഞാനും അവരും തമ്മിലുള്ള കല്യാണത്തിന്. ആ ശവത്തിന്റെ കാര്യം ഇവിടെ മിണ്ടരുന്ന് തന്നോട് ഞാൻ 1000 പ്രാവശ്യം പറഞ്ഞിട്ടില്ലേ? ഒരു നല്ല കാര്യത്തിന് ഇറങ്ങുമ്പോ ആ പിശാചിനെ എന്തിനാ ഇവിടെ വലിച്ചഴിച്ചുകൊണ്ടിരുന്നേ? താൻ വന്ന് നീ വേണ്ട, എനിക്ക് കല്യാണം വേണ്ട, ഒന്നും വേണ്ട, അതാ കിടക്കണു. എനിക്ക് നല്ല വിഷമം കേട്ടോ. എന്താ കാലൊളിക്കുക? കാലൊളിക്കിട്ടൊന്നല്ല, തന്നെയും കൊണ്ട് ഞാൻ ഇവിടുന്ന് പോണുള്ളൂ. അതന്നെ. ആ, കുഴക്കി എന്താ ഇറങ്ങും എന്നെ, കാര്യണ്ട്. ഭാഗ്യം സമയത്തിനെത്തി. നമുക്കെന്താ ഇവിടെ കാര്യം? ഇവിടെ ലെക്ചറാണ് ഈ കുട്ടി. ഇവിടെ നിന്ന സൗകര്യമായിട്ട് കുട്ടിയെ കണ്ടുപിടിച്ചൂടെ? വേണോ? വേണം. താ ഇവിടെ നിന്നാ മതി, ഞാൻ പോയി കണ്ടുപിടിച്ചു. അമ്മാവോ, ഒരു സോഡാ നാരങ്ങ വെള്ളം എടുക്കട്ടോ?
എന്താ ഓടാ വീട്ടിൽ പോടാ ഓടാ. അമ്മാവോ ഞങ്ങളുടെ കഞ്ഞി പാറ്റ ഇടല്ലേ. ഞങ്ങൾ ഉള്ളോണ്ട് ജീവിച്ചു പൊക്കോട്ടെ. എന്താ കുട്ടി വന്നിട്ടില്ലേ? കുട്ടി മിസ്സാവൂട്ടപ്പോ ഇതുണ്ടാവാൻ പോണത്. താനി ആക്രാന്തം കാണിക്കാതെ നമുക്ക് ആളെ ഡിപ്പാർട്ട്മെന്റ് നേരിട്ട് പരിചയപ്പെടാലോ. എന്നെ നമുക്ക് കുട്ടിയെ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നേരിട്ട് പരിചയപ്പെടണ്ടോ? ആ മിസ്സായി, ആ കുട്ടി മിസ്സായി. ഒത്തിരി സ്ഥലം തന്നെ കുട്ടികളെ ദേശ സ്ഥലത്ത്. കൺട്രോൾ റൂം. ഇയാള് ഗിഫ്റ്റ് വാങ്ങിട്ട് പോവൂ. അമ്മാവോ അതെ, ചെല്ല് ചെല്ല്. ഏരിയ വളരെ മോശമാ. അമ്മ ഇവിടെ കിടന്ന് അധികം ഷൈൻ ചെയ്യണ്ട, സമയം കളയാതെ വീട്ടിൽ പോകാൻ നോക്കും. ചെല്ല് ചെല്ല്. ആളുകൾ ശ്രദ്ധിക്കുന്നുണ്ട്. നമുക്ക് പോവാം. അതെ, ജാതകവശായി എനിക്കിപ്പോ ശുക്രദശയായി. എന്തു വന്നാലും അതൊക്കെ ശുക്രൻ തട്ടി മാറ്റിക്കോളും. വണ്ടിയിലോട്ട് കയറാൻ. എവിടേക്ക്? വണ്ടിയിലോട്ട് കയറാൻ. പിടിച്ചോണ്ട് പോ. ദേ ഇയാളും കൂടി അതൊക്കെ സ്റ്റേഷനിൽ വന്ന് പറഞ്ഞാ മതി. അങ്ങോട്ട് ചെല്ലി പോണം. വണ്ടി വിട. എന്താടോ പേര്? എന്റെ പേര് നാരായണൻ. തന്റെ പേര് ഞാൻ ചോദിച്ചില്ലല്ലോ. വെറും മേനോനാ? അല്ല, കൃഷ്ണൻകുട്ടി മേനോൻ. തന്നോട് പറയാൻ പറഞ്ഞില്ലല്ലോടോ. എന്റെ പേര് പറയരുതെന്നല്ലേ മേഡം പറഞ്ഞത്. അതുകൊണ്ടാ ഞാൻ അയാളുടെ പേര് പറഞ്ഞത്. എന്റെ പേര് വേണമെങ്കിൽ അയാൾ പറഞ്ഞോട്ടെ. അയ്യോ, കുറെ നേരമായിട്ട് തന്നെ ഓവർ സ്മാർട്ട് കളിക്കുകയാണല്ലോ. താനാണോ സർക്കസ് മാനേരോ? തന്റെ വട്ട പൊട്ടും സ്യൂട്ടും അഴിടോ. അഴി ഊരത് അഴിക്കേ. കൃഷ്ണൻകുട്ടി മേനോൻ. ലീലാമ്മ എഴുതിക്കോ. കൃഷ്ണൻകുട്ടി മേനോൻ. പിന്നെ നിങ്ങളുടെ വീട്ടിലാരൊക്കെയുണ്ട്? എന്താണ് കാണിക്കുന്നേ? ഇടോ. അല്ല, മേഡം പറഞ്ഞില്ല ഇതായിരിക്കാം. തന്നോട് ഞാൻ പാന്റ് ഇടാൻ പറഞ്ഞോ. ഇടോ അത്. വൃത്തികെട്ട. ഞാൻ എന്താ ചോദിച്ചേ? വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്ന്. അമ്മൂമ്മയുടെ ഒരു ഉത്തരം തന്നോട് ഞാൻ ചോദിച്ചോടോ. വീട്ടിലാരൊക്കെയുണ്ട്? എനിക്ക് 2 ആമക്കളാണ്. നിങ്ങളുടെ വൈഫ് മരിച്ചുപോയി. ഓ, എത്ര വർഷമായി? 24 വർഷമായി. 24 വർഷം. ലീലാമ്മേ, 24 വർഷമായി വിഭാര്യനായി കഴിയുന്ന ആളാണ്. അപ്പൊ ഇയാൾ പൂവാനായതിൽ അത്ഭുതമില്ല. ഈ കപ്പ എവിടുന്ന് കിട്ടിയത്? താനോ? ഞാൻ ബാച്ചിലറാ. കല്യാണം കഴിച്ചിട്ടില്ല? എന്താ കല്യാണം കഴിച്ചിട്ടില്ലേന്ന്? കല്യാണം കഴിച്ചിട്ടുണ്ട്. പിന്നെ എങ്ങനെയാണോ ബാച്ചിലർ ആകുന്നത്? വൈഫ് എന്നെ ഉപേക്ഷിച്ചു പോയി. അപ്പൊ ഞാൻ അവരെ ഡൈവേഴ്സ് ചെയ്തു. മിടുക്കൻ. കുട്ടികൾ? അതിനുള്ള ടൈം കിട്ടില്ല. അപ്പോഴേക്കും അവര് പോയില്ലേ. ഒരു സ്ത്രീ രക്ഷപ്പെട്ടു. രക്ഷപ്പെട്ട. എന്നിട്ടിപ്പോ അവരെവിടെ? എന്നെ കൊണ്ട് താൻ ഈർക്കിൽ എടുപ്പിക്കും. ലീലാമ്മേ, FIR എഴുതിക്കോ. എക്സ്ക്യൂസ് മീ, എസ് ഐ ഉണ്ടോ? ഉണ്ട്. അകത്ത് 2 പ്രതികളെ ചോദ്യം ചെയ്തോണ്ടിരിക്കുക. ഓ അത് ശരി. ആരോടത്തെ എസ് ഐ? മറിയാമ്മ സാറാ. ഓ മറിയാമ്മ. അല്ല അവരാര് പറഞ്ഞ കേക്കും? ആര് പറഞ്ഞാലും കേക്കും. മാഡത്തിന് ചെവിക്ക് കുഴപ്പമൊന്നുമില്ല. ഭർത്താവിന്റെ പരസ്ത്രീ സംസർഗം മൂലം ആത്മഹത്യ ചെയ്യപ്പെട്ടു എന്ന് കരുതപ്പെടുന്ന സ്ത്രീയുടെ ഭർത്താവായ ടി കൃഷ്ണൻകുട്ടി മേനോനുമാണ് ഈ കേസിലെ മുഖ്യ പ്രതികൾ. നിഷ്കളങ്കയും നിർധനയുമായ 14 വയസ്സുകാരി ബാലികയെ ക്രൂരമായ ശാരീരിക പീഡനങ്ങൾക്ക് വിധേയയാക്കിയ ഈ പ്രതികൾ. ആരാ? എന്താ വേണ്ടേ? ഒരു മിനിറ്റ്. യൂസ് ചെയ്യും. ആക്ച്വലി എന്താണോന്ന് പരുകുന്നേ? തന്നെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. അയ്യോ, ഞാൻ ആദ്യമായിട്ട് പോലീസ് സ്റ്റേഷനിൽ കയറുന്നേ. പവൻ കെ മേനോൻ. പക്ഷേ എന്നെ എങ്ങനെ മനസ്സിലായി? അറിയാമയാടോ. ദേ, താൻ പണ്ടേ എസ് എൻ കോളേജിൽ പഠിച്ചിരുന്നപ്പോ അവിടെ ഫൈനൽ ഇയർ BSc പഠിച്ചിരുന്ന മറിയാമ്മ. ഓ, മറിയാമ്മ തോമസ്. ഫിസിക്സ് പ്രൊഫസർക്ക് ലവ് ലെറ്റർ കൊടുത്തതിന് അങ്ങേരുടെ ഭാര്യ ഓടിച്ചിട്ടല്ലേ? ഞങ്ങൾ ആരോടും പറയില്ല. അവിടെ ഇരിക്കണം. സോറി, കിളവൻ കേട്ട് ഞാൻ കണ്ട ഇമോഷൻ. അല്ല, ഒരു ഉറുമ്പിനെ പോലും നോവിക്കാത്ത മറിയാമ്മ അവസാനം വെറും പോലീസായി തീരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഓരോരോ സാഹചര്യങ്ങളല്ലേ പവൻ മനുഷ്യനെ പോലീസുകാരാക്കി മാറ്റുന്നത്. അല്ല, താൻ എന്താ ഇവിടെ? എന്തെങ്കിലും പരാതി ഉണ്ടോ? ഉണ്ടെങ്കിൽ പറ, ഇടിച്ചവന്റെ പരിപ്പ് ഞാൻ ഇളക്കി തരാം. അയ്യോ, എനിക്കതിന് പരാതിയൊന്നുമില്ല. ഞാൻ ഇവരെ ഇറക്കാൻ വന്നതാ. ഇവരോ? ഈ പൂവാലൻ അമ്മാവന്മാരോ? ഇവരാരാ? തന്റെ റിലേറ്റീവ്സാ?
അയ്യേ എന്റെ ആരുമല്ല. പിന്നെ അങ്ങേരെ എന്റെ വീട്ടിലെ ഒരു അടുക്കളയിലെ ഒരു കുക്ക. ഏതാ താടിക്കാരനോ? ആ രാവിലെ പച്ചക്കറി വാങ്ങിക്കാൻ വന്നാ. പിന്നീട് അന്വേഷിച്ചപ്പോഴാ ലോക്കപ്പിലെ പോലീസിലാന്നൊക്കെ. അപ്പൊ പൊട്ടനോ? ആളെനിക്കറിയില്ലേ. സാറിന് എന്നെ ഓർമ്മയില്ല? ആ ഇയാളാ. വീട്ടില് പറമ്പില് പശുവിനെ പുല്ലിരിക്കാനൊക്കെ വരണുണ്ട്. കഷ്ടം. അയ്യോ, FIR എഴുതിയ ശേഷം ഇവരെ എങ്ങനെയാ വിടുക? അല്ല ആ കുക്കിനെ മാത്രം ഒന്ന് വിട്ടുകിട്ടിയ വീട്ടില് ചപ്പാത്തി ഇഷ്ടമൊക്കെ ഉണ്ടാക്കാൻ ആളില്ലാണ്ട് അച്ഛൻ കാത്തിരിക്ക. ആ കുക്കനെ കൊണ്ടുപോക്കൂ. മറ്റേ പൊട്ടനെ തട്ടി അകത്തിട്ടേക്കട്ടാ. അത്രയ്ക്കൊന്നും വേണ്ട. ഒരു 10-200 ഏത്തൊക്കെ ഇടിപ്പിച്ച് തലയും കുത്തിർത്തി കണ്ണിൽ മുളകൊടി ഇട്ടാ മതി. ഓക്കെ ശരി. ഇനി തന്നെ ആ കോളേജിന്റെ പരിസരത്തെങ്ങാനും കണ്ടിട്ടുണ്ടെങ്കിൽ പൊക്കോ. ഞാനുണ്ട് ട്ടോ. കാതേ കടിക്കുന്നില്ല. പോ. മേന്നെ. മേന്നെ. ദേ, 1 2 3 4. തന്നോട് ആരാ ഏത്തോടാൻ പറഞ്ഞു? അല്ല വേഗം ഏത്തിട്ടുണ്ടെങ്കിൽ ആ വണ്ടിക്ക് എനിക്ക് പോവാലോ. ഞങ്ങളുടെ വണ്ടിയിലല്ലേ ഇങ്ങോട്ട് കൊണ്ടുവന്നേ. തിരിച്ച് ആംബുലൻസിൽ വീട്ടിലെത്തിച്ചേക്കാം. ആ തുടങ്ങിക്കോ. നടന്നോട്ടെ. പെങ്ങളെ നമ്മളെ എവിടെ വെച്ച എണ്ണ നിർത്തിയേ? ഞാൻ എണ്ണിയില്ല. എണ്ണില്ല അല്ലേ? നമുക്ക് ആദ്യം മുതിയും തുടങ്ങാം. 1 2 3